ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ സന്തോഷമുള്ള ഒരു സുദിനമാണ് ഇന്ന്. ഈ മാസത്തിൻ്റെ അവസാന ദിനങ്ങളായ ഫെബ്രുവരി 27, 28 എന്നും നാളെയും മറ്റന്നാളും ഞായറാഴ്ച ഉൾപ്പെടെ 3 ദിവസങ്ങളിൽ എക്യുമെനിക്കൽ ക്രിസ്ത്യൻ കൺവെൻഷൻ കോട്ടയത്തെ എല്ലാ സഭാ വിഭാഗങ്ങളും ഒരുമിച്ച് പോപ്പ് മൈതാനിയിൽ നാഗമ്പടം സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. നാഗമ്പടത്ത് നടത്തപ്പെടുന്ന ഈ പ്രത്യേക ധ്യാനത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. നമ്മളുടെ പഠനം നോമ്പ് കാലത്ത് പുറപ്പാട് പുസ്തകത്തിലൂടെ കനാനിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ഫറവോനും മിസ്രൈമ്യരും ഇസ്രായേൽ മക്കളെ അതിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം മോശയെ അയക്കുകയാണ്. മോശയിലൂടെ ആ വിടുതലിൻ്റെ ശുശ്രൂഷ നടക്കുകയാണ്. 11-ാം അധ്യായത്തിൽ അനന്തരം യഹോവ മോശയോടെ ഞാൻ ഒരു ബാധ കൂടെ ഫറവോൻ്റെ മേലും ഇസ്രായേലിനും വരുത്തും. അതിനുശേഷം അവൻ നിങ്ങളെ ഇവിടെ നിന്ന് വിട്ടയക്കുമ്പോൾ നിങ്ങളെ ഒട്ടൊഴിയാതെ ഇവിടെ നിന്ന് ഓടിച്ചു കളയും. ഓരോ പുരുഷൻ താന്താൻ്റെ അയൽക്കാരനോടും ഓരോ സ്ത്രീ താന്താൻ്റെ അയൽക്കാരത്തിയോടും വലിയ ആഭരണങ്ങളും പൊന്നാരങ്ങളും ചോദിക്കാൻ നീ ജനത്തോട് പറക എന്ന് കൽപ്പിച്ചു. യഹോവ മിസ്രൈമ്യർക്ക് ജനത്തോട് കൃപ തോന്നുമാറാക്കി. വിശേഷാൽ മോശ എന്ന പുരുഷനെ മിസ്രൈം ദേശത്ത് ഫറവോൻ്റെ ഭൃത്യന്മാരും പ്രജകളും മഹാശ്രേഷ്ഠനായി വിചാരിച്ചു. മിസ്രൈമ്യർക്ക് മോശയോടുള്ള താല്പര്യം കൊണ്ടാണ് യഹോവയെ ഭയപ്പെട്ട് നടക്കുന്ന ഒരു ദൈവ ശുശ്രൂഷകന്, ദൈവദാസന് ആ വലിയൊരു ബഹുമാനവും ആദരവും കിട്ടുവാൻ സാധിക്കും. കാരണം അവൻ ദൈവത്തിന് വേണ്ടി നിൽക്കുകയാണ്, കഷ്ടപ്പെടുകയാണ്. അവൻ ഈ ഫറവോൻ്റെ കൊട്ടാരത്തിലെ സകല കാര്യങ്ങളും അറിയാവുന്നവനാണ്. അവൻ 40 വർഷം പഠിച്ചതാണ്. 40 വർഷം മരുഭൂമിയിൽ നിന്ന അവസ്ഥ. ആ മരുഭൂമിയിലേക്ക് ആരാധിക്കാനാണ് പറയുന്നത്, വിട്ടയക്കാൻ. അതുകൊണ്ട് അവർക്ക് അവനോടൊരു താല്പര്യമുണ്ട്. 4-ാം വാക്യത്തിൽ മോശ പറഞ്ഞു തന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അർദ്ധരാത്രിയിൽ ഞാൻ മിസ്രയീമിന്റെ നടുവിൽ കൂടെ പോകും. അപ്പോൾ സിംഹാസനത്തിരിക്കുന്ന ഫറവോൻ്റെ ആദിയാതിൻ മുതൽക്ക് തിരികല്ലിൽ തിരിക്കുന്ന ദാസിയുടെ ആദിയാതിൻ വരെയും മിസ്രയീം ദേശത്തുള്ള കടിഞ്ഞൂലൊക്കെയും മൃഗങ്ങളെല്ലാം കടിഞ്ഞൂലിൽ ചത്തുപോകും. മിസ്രയീം ദേശത്ത് മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലതും ഇനി ഉണ്ടാകാത്തതുമായ വലിയൊരു നിലവിളി ഉണ്ടാകും. ഇവർ പണ്ടേ സ്തുതികർമ്മിണികളെ കൊണ്ട് പുറപ്പാട് ദിവസം തുടങ്ങുമ്പോൾ സ്തുതികർമ്മിണികളെ കൊണ്ട് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെല്ലാം നശിപ്പിച്ചില്ലേ? അത് കഴിഞ്ഞ് സ്തുതികർമ്മിണികൾ അത് ചെയ്യാഞ്ഞതുകൊണ്ട് ആൺകുഞ്ഞുങ്ങളുണ്ടായാലെല്ലാം നദി മുങ്ങിക്കൊല്ലാൻ പറഞ്ഞില്ലേ? ഇപ്പോൾ ഇതേ ഒരു ബാധയുണ്ടായിട്ട് മുഴുവൻ വലിയൊരു നിലവിളി, ആദ്യജാതന്മാർ മുഴുവൻ നശിച്ചു പോകുന്ന, മരണപ്പെടുന്ന കഠിനമായൊരു ശിക്ഷാവിധിയാണ് ഈ പ്രാവശ്യം കൊടുക്കുന്നത്. 7-ാം വാക്യത്തിൽ എന്നാൽ യഹോവ മിസ്രയീമ്യർക്കും ഇസ്രായേൽക്കും മധ്യേ വ്യത്യാസം വയ്ക്കുന്നത് നിങ്ങൾ അറിയണമെന്ന്, ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെ നേരെ ഒരു നായി പോലും നാവനക്കുകയില്ല. ഇസ്രായേൽ മക്കൾ പ്രൊട്ടക്റ്റഡായിരിക്കും, ദൈവമക്കൾ പ്രൊട്ടക്റ്റഡായിരിക്കും. അപ്പോൾ നിൻ്റെ ഈ സകല ഭൃത്യന്മാരും എൻ്റെ അടുക്കൽ വന്ന് നീ നിൻ്റെ കീഴിലിരിക്കുന്ന സർവ്വജനവും കൂടെ പുറപ്പെടുക എന്ന് പറഞ്ഞു എന്നെ നമസ്കരിക്കും. അതിനുശേഷം ഞാൻ പുറപ്പെടും. അങ്ങനെ അവൻ ഉഗ്രകോപത്തോടെ ഫറവോൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു പോയി. ദൈവത്തിൻ്റെ സന്നിധിയിൽ, ആ ദൈവസന്നിധിയിൽ ചെയ്യുന്നതായുള്ള ദൈവത്തിൻ്റെ ശക്തി 9-ാം വാക്യത്തിൽ യഹോവയുടെ മോശയോട് മിസ്രയീം ദേശത്തെങ്ങും അത്ഭുതങ്ങൾ പെരുകേണ്ടതിന് ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കില്ല എന്ന് അറിയിച്ചു. മോശ അഹരോനും ഈ അത്ഭുതങ്ങളൊക്കെയും ഫറവോൻ്റെ മുമ്പാകെ ചെയ്തുവെങ്കിലും യഹോവ ഫറവോൻ്റെ ഹൃദയത്തെ പിന്നെയും കഠിനമാക്കുകയാണ്. ഹൃദയത്തെ കഠിനമാക്കുകയാണ്. ഈ പ്രാവശ്യം അവനൊരു മാറ്റം, രൂപാന്തരം സംഭവിക്കുന്നില്ല. ജീവിതത്തിൻ്റെ മാറ്റങ്ങളും രൂപാന്തരങ്ങളും സംഭവിച്ച് കനാൻ ദേശത്ത് പ്രവേശിക്കേണ്ട ആ വലിയൊരു അനുഭവമാണ് നമുക്കുണ്ടാകേണ്ടത്. പക്ഷെ ദൈവം തന്നെയാണ് ഇവനെ, നമ്മളെ പലതരത്തിലൂടെ കടത്തിവിടുന്നത് ദൈവം തന്നെയാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ദൈവം അറിയാതല്ല വരുന്നത്. നമ്മളെ അത് ശുദ്ധി ചെയ്ത് ശോധന ചെയ്ത് കനാനിൽ പ്രവേശിപ്പിക്കാനാണ്. ആ കനാനിൽ പ്രവേശിക്കാനുള്ള ആ വലിയൊരു മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. മാത്രമേ ഉള്ളൂ. ആ മനോഭാവം ഉണ്ടാകുമ്പോഴാണ് അതിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കേട്ട എല്ലാവർക്കും ഒരു അനുഗ്രഹത്തിൻ്റെ സമയമാക്കി തീർക്കണം. ഇന്നും നാളെയും മറ്റന്നാളുമായി നടത്തപ്പെടുന്ന എക്യുമെനിക്കൽ ക്രിസ്ത്യൻ കൺവെൻഷനെ അനുഗ്രഹമാക്കി തീർക്കണമേ. പരിശുദ്ധാത്മാവ് ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച വിടുതൽ പോലെ
ഒരു വലിയ വിടുതലിൻ്റെ കൺവെൻഷനാക്കി അതിനെ മാറ്റണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി പ്രവർത്തിക്കുവാൻ, അത്ഭുതകരമായി അതിശയകരമായി പ്രവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സാധ്യമാക്കി തീർക്കണം. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ആ ശക്തി വ്യാപരിച്ച് നോമ്പ് കാലഘട്ടത്തിൽ പുതിയ ശക്തിയും പുതിയ കൃപയും നൽകിക്കാട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലസ് യു.